ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അതൊരു സത്യത്തിൽ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള, കാരണം നമ്മൾ പറയില്ലേ ഇലയിട്ടിട്ട് ചോറിൽ എന്ന് പറയുന്ന പോലുള്ളൊരു ഇതാ ഉണ്ടായത്. അപ്പോൾ പാർട്ടിയിലെ മറ്റ് ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഇതുണ്ടെങ്കിൽ അവിടെ മത്സരിക്കാൻ വേണം, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ LDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിൽ NCP അജിത് വിഭാഗം നേതാവ്, സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടി പാർട്ടിയിൽ നിന്ന് തൽസ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ചില അവ്യക്തതകൾ അങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ തീരുമാനം മാറി തിരൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും NA മുഹമ്മദ് കുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു മനംമാറ്റത്തിന് കാരണം? പാർട്ടി ആക്ച്വലി 4 സ്ഥലങ്ങളിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഒന്ന് NCP നേരത്തെ മത്സരിച്ചിട്ടുള്ള 3 മണ്ഡലങ്ങൾ, ഒന്ന് ശശീന്ദ്രൻ മത്സരിച്ചും, അതുപോലെ തന്നെ ഇവിടെ കോട്ടക്കൽ ഞാനാണ് മത്സരിച്ചതെന്ന്, പിന്നെ കുട്ടനാടും. അപ്പോൾ ആ 3 കൂടാതെ അപ്പോൾ ഒരു മണ്ഡലം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇവിടെയാണ്, ഇത് കളമശ്ശേരി. ഞങ്ങൾ ജാഥയൊക്കെ നടത്തിയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ അജിത് പവാറിന് മരണം വന്നു. അങ്ങനെ ആ ജാഥ പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർട്ടി നേരത്തെ തന്നെ ഈ പറഞ്ഞ LDFനും UDFനും കത്ത് കൊടുത്തിരുന്നു. LDFലോ UDFലോ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമാകും. പക്ഷേ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവിടെ മലപ്പുറത്ത് നിന്ന് താനൂർ ജയൻ എന്ന് പറയുന്ന പാർട്ടിയുടെ നേരത്തെ ഡിസ്ട്രിക്ട് പാർട്ടിയുടെ സെക്രട്ടറി അന്ന് ചികിത്സയ്ക്ക് പോയപ്പോൾ ചാർജ് ഉണ്ടായിരുന്ന അദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ രാജി വയ്ക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് രാജി കൊടുത്ത് പത്രസമ്മേളനം നടത്തി ഉടനെ തന്നെ, ഇന്ന് തന്നെ എന്നോടൊരു 11:30-12 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ഉടനെ അറിയിക്കണം, തിരൂരിലേക്ക് വേണ്ടിയിട്ടാണ്, തിരൂരിൽ നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് ഉറപ്പാണ് ഞാൻ രാജിവെക്കുക എന്നുള്ളത്? എനിക്ക് കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ല. കാരണം പാർട്ടിയിൽ നേരത്തെ തന്നെ അങ്ങനത്തെ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ചോളാനുള്ളൊരു ഇത് തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു ഉറപ്പാണ്, ഇന്ന് തന്നെ വേണം, മാത്രമല്ല ഇന്നത് കൊടുത്തിട്ട് വേണം ഡിക്ലറേഷൻ വരാനായിട്ട്. ഇന്ന് വൈകുന്നേരം സീറ്റുകളുടെ ഡിക്ലറേഷൻ വരുന്നുണ്ട്. 4 ദിവസം മുമ്പാണ് ഫസ്റ്റ് ലിസ്റ്റ് വരുന്നതിൻ്റെ ആ ദിവസമാണ്. AK സെൻറ്ററിൽ നിന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, ഇത് അവിടെ റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് ലിസ്റ്റിൽ വരുത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അപ്പം തന്നെ ദേശീയ നേതൃത്വം ചെയ്തു, ഞാൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു. അവർ പെർമിറ്റ് ചെയ്യുകയും ചെയ്തു. ഞാനപ്പം തന്നെ എൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം, അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് പ്രസ്സിലോട്ട് കൊടുത്തു. കാരണം പ്രസ് മീറ്റിൻ്റെ സമയം കഴിഞ്ഞു, 12:30 കഴിഞ്ഞിരുന്നു. കൊടുത്തു. അതിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ ലെറ്ററും രണ്ടും, ഒന്ന് പ്രഫുൽ പട്ടേലിന് ഞാൻ ഓൾറെഡി ലെറ്റർ കൊടുത്തു, അതിൻ്റെ കോപ്പിയും പ്രസ് മീറ്റിന് കൊടുത്ത ലെറ്ററും രണ്ടിൻ്റെയും കോപ്പി ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസം പത്രത്തിൽ വന്നതിന് കോപ്പി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്തു. ശരി, വരും അടുത്ത ദിവസം എന്ന് പറയും ചെയ്തു. കാരണം അപ്പം എനിക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ 11 സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ 6 പേരെ ഡിക്ലെയർ ചെയ്തു, 5 പേരെ മാത്രം ബാക്കി ഡിക്ലെയർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരെണ്ണം ഒറ്റയ്ക്കല്ലേ, 5 കൂടി വരും എന്നുള്ള നിലയ്ക്കാണ് പിന്നീട് കാത്തിരുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴും അല്ലാതെ ചർച്ചകളുണ്ട്, അതിൻ്റെ ബാക്കി ഒരുമിച്ചാണ് വരിക, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടാണ്, ഇന്നലെ മുതലാണ് ഈ V. അബ്ദുറഹ്മാൻ്റെ പേര് കയറി വരുന്നത് ഇവിടെ തിരൂരിൽ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ, ഇല്ലില്ല, അത് ചർച്ചകളിൽ അദ്ദേഹം മത്സരിക്കുന്നതാണെന്ന് പറഞ്ഞാണ്. പക്ഷേ പിന്നീട് തിരൂരാണെങ്കിൽ മത്സരിക്കാമെന്ന് പറഞ്ഞു, എന്നല്ല വേറൊന്നുമില്ല, നിങ്ങളുടെ പേരെന്നാണെന്നാണ് എന്നോട് ഇന്നലെയും പറഞ്ഞത്. പക്ഷേ ഇന്ന് വൈകുന്നേരമാണ് ഇത് കാണുന്നത്. V. അബ്ദുറഹ്മാൻ തിരൂരിൽ മത്സരിക്കുന്നു. 3 സീറ്റ്, ബാക്കിയുള്ള 5-ൽ ബാക്കി 2 നേരത്തെ ഡിക്ലെയർ ചെയ്തിരുന്നു, ബാക്കി 3 ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അത് എടുക്കില്ല. അപ്പോൾ എന്നെ ജില്ലാ സെക്രട്ടറി വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്ഥാനം രാജിവെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ വാക്കിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏതായാലും ഞാൻ ദേശീയ നേതൃത്വത്തിന് ഓൾറെഡി മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മാറാൻ പറ്റില്ല. മാത്രമല്ല നോമിനേഷനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മത്സരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടക്കൽ ഉൾപ്പെടെ? കോട്ടക്കൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. കോട്ടക്കലിലെ ആളുകൾ, കാരണം ഞാൻ അവിടെ 2 പ്രാവശ്യം മത്സരിച്ചുകൊണ്ട് അവരെല്ലാം ഒട്ടനവധി ആൾ എന്നെ വിളിച്ചു. നിങ്ങൾ തിരൂരിൽ അങ്ങോട്ട് വരികയാണെങ്കിൽ അവിടെ ഒരു വനിതയ്ക്കാണ്, അതുകൊണ്ട് നിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളും മറ്റ് പാർട്ടിയിലുള്ള CPMൻ്റെ ആളുകളും എല്ലാം വിളിച്ചിരുന്നു. കാരണം അവർക്കൊരു വനിത അവിടെ കിട്ടിയിട്ട് കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളിതുണ്ട്, ഞങ്ങൾ കാര്യമായിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിലും കമ്മിറ്റികളെല്ലാം പൂർണ്ണമായിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഓൾറെഡി തിരൂരെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്തരത്തിൽ തീരുമാനം എടുത്തും ഇത് ചെയ്തു. ഞാൻ കോട്ടക്കലാണെങ്കിൽ എന്നോട് നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് അവിടെ താല്പര്യമില്ല. കാരണം പ്രാവശ്യം ഇപ്പോൾ 40,000 നിന്ന് ഒരു 16,000 കൊണ്ടുവരാൻ കഴിഞ്ഞു.
ഇത് അതിന് മുമ്പ് 15 പിന്നെ 16 കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നല്ലാതെ എനിക്കവിടെ താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ അപ്പോൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അതൊരു സത്യത്തിൽ വഞ്ചിക്കുന്നതിന് തുല്യമായിട്ടുള്ള, കാരണം നമ്മൾ പറയില്ലേ ഇലയിട്ടിട്ട് ചോറിൽ എന്ന് പറയുന്ന പോലുള്ളൊരു ഇതാണ് ഉണ്ടായത്. അപ്പോൾ പാർട്ടി മറ്റ് ആളുകളുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ ഇതുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുന്ന വേണം, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഏതായാലും അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച നോമിനേഷൻ കൊടുക്കുകയാണ്. പത്രസമ്മേളനം അതിന് മുമ്പ് തിരൂർ നടത്തും, മത്സരിക്കാൻ പോവാണ്. മറ്റേ LDF നേതാക്കൾ അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കൾ ആരെങ്കിലും വേറെ എന്തെങ്കിലും സംസാരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല, ഇതിൽ ഞാൻ പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളും മറ്റുമായിട്ട്. ഈ വിവരം ഞാൻ ജില്ലാ സെക്രട്ടറിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൽ എനിക്ക് കാരണം തീരുമാനമെടുത്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ ആളുകളോട്. ഇവൻ അവിടുത്തെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കണം എന്തായിരിക്കും എന്നുള്ള കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ അടക്കളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് റെഡിയായിട്ട് വർക്കുകൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം സെലക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഇത് നോമിനേഷൻ്റെ ഇത് വന്നു കഴിഞ്ഞ് കൊടുത്താൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇതിനുള്ള 10-15 ദിവസം കിട്ടുന്ന അതിനുള്ള വർക്കിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും മത്സരിക്കാൻ തന്നെ തീരുമാനം. തിരൂരിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. തിരൂരിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കും. കാരണം ഇത് ആദ്യമില്ലാത്ത ഒരാളെ പിന്നെ കൊടുത്തിട്ട് ഇത് ചെയ്യുമ്പോൾ അതൊരു തെറ്റായ ഇതല്ല. മാത്രമല്ല അതിലൊരു എനിക്കതിൽ പറയാനുള്ളത് എന്താണെങ്കിൽ 5 വർഷം ഒരു മന്ത്രിയായിരുന്ന ആൾ, അദ്ദേഹത്തിന് ആ സീറ്റ് അവിടെ തോൽക്കുമെന്ന് കണ്ടുകൊണ്ട് മറ്റൊരു ഇതിലേക്ക് മാറുകയെന്ന് പറയുമ്പോൾ അത് LDF എങ്ങനെ അത് ഇത് ചെയ്യാൻ പറ്റും? ആരായിരുന്നു ഉറപ്പ് തന്നിരുന്നത് അവിടെ സീറ്റ് തരുന്നത്? അല്ല, അവിടെ ചാർജുള്ള ജയൻ എന്ന് പറയുന്ന അവിടെ ചാർജുള്ള ആളെ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ UDF-ന് കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു ഇതിലേക്ക് ഒരു വടി കൊടുക്കല്ലേ അടിക്കാനായിട്ട്. 5 വർഷം മന്ത്രിയായിരുന്ന ഒരാൾ അവിടെ ഞാൻ തോൽക്കും അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നലെ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ട് മാറുക എന്ന് പറയുമ്പോൾ മന്ത്രിക്ക് പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് LDF എത്തി എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് അവിടെ. അത് തെറ്റായ ഇതെല്ലാം ആകുന്നത്. അപ്പോൾ LDF ആണത് തീർച്ചയായിട്ടും. CPM ആണ് അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. തീർച്ചയായും. എന്തായാലും മറിച്ചൊരു ആലോചനയില്ല. തിരൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിക്കും എന്നാണ് NA മുഹമ്മദ് കുട്ടി ഈ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.